Let's discuss total luminescence spectroscopy once more. So, for finding the emission spectra, we need to excite the molecule or the sample with a particular excitation energy. That means for a particular excitation wavelength, we have a emission spectrum which ranges from one wavelength to another. ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്നാൽ ടോട്ടൽ ലുമിനസൻസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ എക്സൈറ്റേഷൻ വേവ് ലെങ്ത് പടിപടിയായിട്ട് കൊടുത്തിട്ട് അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് എമിഷൻ വേവ് ലെങ്ത് എമിഷൻ സ്പെക്ട്രം കണ്ടുപിടിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഫോർ മെഷറിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് സ്പെക്ട്ര ഇന്റൻസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഓൾ യൂസ്ഫുൾ എക്സൈറ്റേഷൻ ആൻഡ് എമിഷൻ വേവ് ലെങ്സ്. അപ്പം നമുക്ക് പറ്റുന്ന എല്ലാ എക്സൈറ്റേഷൻ ആൻഡ് എമിഷൻ വേവ് ലെങ്സിന്റെയും ഒരു കോമ്പിനേഷനാണ് ഇത്. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ കൺട്രോൾഡ് സ്പെക്ട്രോഫ്ലോറിമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് ടു സ്കാൻ. അപ്പം ഇത് തന്നെ കൺട്രോൾ ചെയ്യും, എക്സൈറ്റേഷൻ വേവ് ലെങ്തിനെ മാറ്റി കൊടുക്കും പടിപടിയായിട്ട്. നമ്മൾ അതിന്റെ റേഞ്ചും അതിന്റെ സ്റ്റെപ്പ് സൈസും ഒക്കെ കൊടുത്താൽ മതി. So it scans the emission spectrum of a sample repeatedly as the excitation wavelength is increased in small increments. അപ്പോൾ ആദ്യമേ ഒരു എക്സൈറ്റേഷൻ വേവ്ലെങ്തിൽ എമിഷൻ സ്പെക്ട്രം കണ്ടുപിടിക്കും. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്സ് ഒരു 5 നാനോമീറ്റർ കഴിഞ്ഞിട്ടുള്ള എക്സൈറ്റേഷൻ വേവ്ലെങ്തിൽ പിന്നെയും എമിഷൻ സ്പെക്ട്രം കണ്ടുപിടിക്കും. അങ്ങനെ പടിപടിയായിട്ട് കാണും. So it is actually a 3-dimensional representation comprising of a series of closed, continuous and equivalent contours. അപ്പോൾ നമ്മൾ അതുപോലൊരു ഒരു 3-dimensional സ്പെക്ട്രം പോലെ നമുക്ക് തോന്നും. ഇതുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഓരോ പർട്ടിക്കുലർ എക്സൈറ്റേഷൻ വേവ് ലെങ്തിലും നമുക്ക് എമിഷൻ സ്പെക്ട്രം കാണാൻ പറ്റും. ഓക്കെ, ഇത് നോക്കിയേ, ഇത് ഓരോ എക്സൈറ്റേഷൻ വേവ് ലെങ്ത് ആണ്. ഓരോ വേവ് ലെങ്തിലും ഉള്ള എമിഷൻ സ്പെക്ട്രം ഓരോന്ന് കാണുവാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്, എല്ലാം സെയിം അല്ല കിട്ടുന്നത്. അതാണ് അതിന്റെ കാര്യം, വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് പല കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റും. In many cases, this signature pattern of specific compounds are immediately discerned or reduced. ഇപ്പൊ ചിലതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വേവ് ലെങ്ത് ചിലപ്പം പെട്ടെന്ന് തന്നെ അടുത്തൊരു എക്സൈറ്റേഷൻ വേവ് ലെങ്തിൽ വരുമ്പോഴത്തേക്ക് അത് കാണാതെ പോകും. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ വേറൊരു എക്സൈറ്റേഷൻ വേവ് ലെങ്ത് അത് പെട്ടെന്ന് വരികയായിരിക്കും. അതായത് ക്യാരക്ടറിസ്റ്റിക് ആ ഒരു സ്പെക്ട്രം, ആ ഒരു പീക്ക് ചിലപ്പം പെട്ടെന്ന് തന്നെ ഡെഡ്യൂസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമുക്ക് തിരിച്ചറിയാം. അപ്പം അതിൻ്റെ ആ സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം അന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഫോർ കോംപ്ലക്സ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓവർലാപ്പിംഗ് പാറ്റേൺസ് പ്രിവെന്റ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ്, കൺസിഡറബിൾ ഇൻഫർമേഷൻ ഈസ് സ്റ്റിൽ അവൈലബിൾ. അപ്പം ചിലപ്പോൾ ഒരുപാട് കോമ്പൗണ്ട്സ് ഫ്ലൂറസൻസ് കാണിക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് ഓവർലാപ്പ് ചെയ്യുന്ന പാറ്റേൺസ് കാണും, ഒന്നിന്റെ മുകളിൽ കിടക്കുന്നത്. അപ്പം നോർമൽ ഒരു സ്പെക്ട്രത്തിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് ഏതിന്റെ ഏതാണെന്ന്. അങ്ങനെയുള്ള കേസിലൊക്കെ ഈ ഒരു ടോട്ടൽ ലൂമിനസൻസ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാം. Classes of constituent compounds are often identified. Differences between closely similar compounds are noted, and changes in a particular mixture at different times or under different conditions become readily apparent. അപ്പം അങ്ങനെ ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്ക്, വളരെ നാരോ ചേഞ്ചസ് ഒക്കെ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു നമ്മൾ റിപ്പീറ്റ് ചെയ്ത എമിഷൻ സ്പെക്ട്രം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മാക്സിമം എമിഷൻ പവർ ഫോർ എ കമ്പോണന്റ് വിത്ത് ലീസ്റ്റ് ഇന്റർഫറൻസ് ഫ്രം അതേഴ്സ്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ബാൻഡ് ഓഫ് സ്പെക്ട്രം, കുറെ സ്പെക്ട്രം ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ഒരു കൃത്യമായിട്ടൊരു സ്പെക്ട്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ടോട്ടൽ ലൂമിനസൻസ് contour of the mixture is in the determination of excitation or emission wavelength pairs that maximize the response of the desired materials while minimizing the response of the other material. നമ്മുടെ മെറ്റീരിയലിന് ആവശ്യമുള്ള ആ മെറ്റീരിയലിന്റെ മാക്സിമം ലൂമിനസൻസ് കാണിക്കുന്ന ഏത് കൃത്യ എക്സൈറ്റേഷൻ എമിഷൻ പീക്കും ആണെന്നുള്ള അത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് കാണുന്നത്. അതിന് നാരോ ചേഞ്ചസ്, അതായത് ചുമ്മാ ഒരു എമിഷൻ സ്പെക്ട്രം കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇങ്ങനെ ഒരു 3-dimensional സ്പെക്ട്രം കണ്ടാൽ കുറച്ചുകൂടെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫ്ലൂറസൻസ് ലൈഫ് ടൈം മെഷർമെന്റ്സ്. നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ലൈഫ് ടൈം? ഇറ്റ് ഈസ് ദ ടൈം അവർ വിച്ച് ദ മോളിക്യൂൾ സ്റ്റേസ് ഇൻ ദ അപ്പർ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ലൈഫ് ടൈം ഓരോ എക്സൈറ്റഡ് സ്റ്റേറ്റിനും ഓരോ ലൈഫ് ടൈം ആയിരിക്കും. നമുക്കറിയാം ട്രിപ്ലറ്റ് സ്റ്റേറ്റിന് കുറച്ച് ലൈഫ് ടൈം കൂടുതലാണ്, അതുകൊണ്ടാണ് ഫോസ്ഫറസൻസ് ഇച്ചിരി ഡിലേഡ് ആയിട്ട് നടക്കുന്നത്. എനിവേ, there are 2 different techniques for
lifetime measurement. One is time resolved and second one is phase resolved. അപ്പോൾ നമുക്ക് ആദ്യമേ ടൈം റിസോൾവ് നോക്കാം. വാട്ട് ഈസ് ടൈം റിസോൾവ്? ടൈമിനനുസരിച്ചുള്ള ഫ്ലൂറസൻസ് കാണുക എന്നുള്ളതാണ്. In time resolved, the sample is excited by a short duration pulse of radiation and the resulting luminescent power is measured as a function of time after pulse ceases. അതായത് നമുക്ക് കൊടുക്കുന്ന സോഴ്സ് നമ്മൾ അങ്ങോട്ട് സാമ്പിളിലോട്ട് അടുപ്പിക്കുന്ന ഷോർട്ട് ഡ്യൂറേഷൻ പൾസ് ആയിട്ടായിരിക്കും. ഷോർട്ട് ഡ്യൂറേഷൻ പൾസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചെറിയ ടൈമിലുള്ള പൾസ്. എന്നിട്ട് ആ പൾസ് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ പൾസ് നിന്ന് കഴിയുമ്പോഴത്തേക്കും ലൂമിനസെൻസ് പവർ മെഷർ ചെയ്യും. അപ്പൊ എന്നാ പറ്റുന്നത്? അതായത് ഇച്ചിരി സമയം കഴിഞ്ഞിട്ട്, അതായത് ആ നമ്മൾ പൾസ് കൊടുക്കുമ്പം the molecule will get excited from the ground state to the excited state. എന്നിട്ട് അത് ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അതിൻ്റെ ആ ലൈഫ് ടൈമിന് അത്രയും നേരം അവിടെ നിൽക്കും. ആ ലൈഫ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് ഒരു റിലാക്സ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരികയും നമുക്ക് എമിഷൻ തരികയും ചെയ്യുന്നത്. അപ്പം നമ്മൾ പൾസ് കൊടുത്ത് കഴിഞ്ഞിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് എമിഷൻ തരുന്നത്, അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആഫ്റ്റർ ദ പൾസ് സീസസ് വി മെഷർ ദ റിസൾട്ടിങ് ലൂമിനസെൻസ് പവർ. അപ്പം അതാണ് എൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ടൈം റിസോൾവ്ഡ് ലൈഫ് ടൈം മെഷർമെന്റിന്. സോ ഇതിൻ്റെ അകത്ത് with laser pulses and modern electronic circuits, the very short lifetime of fluorescent measurements are possible. അതിൻ്റെ അകത്ത് നോർമൽ ഫ്ലൂറസൻസ് പവർ ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ പവർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് KT ആണ്. ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിലാണ് എപ്പോഴും ഈ ടൈം വേഴ്സസ് ഫ്ലൂറസൻസ് വരുന്നത്. അപ്പം ഈ PF0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പവർ അറ്റ് ടൈം സീറോ ആൻഡ് K ഇസ് ദ ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ്. PFT എന്ന് പറഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കുള്ള ഫ്ലൂറസൻസ് പവർ. മിക്കവാറും ഇതൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ആ ഇതുണ്ട്, ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ഈ ഫ്ലൂറസൻസ് പവർ വരുന്നത്. Now, since the radiation source gives a finite pulse, however short, the electrons have a finite response time. ഇതൊരു വളരെ സിമ്പിൾ ഒരു ടെക്നിക്കാണ്. ഇതിന്റെ പ്രശ്നം നമ്മുടെ മെഷീന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് എന്തായാലും സമയം എടുക്കും. ഇലക്ട്രോണിക് സാധനങ്ങളാണല്ലോ, അപ്പം അവർ വളരെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടൊന്നും ആയിരിക്കില്ല, എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പം അത് നമ്മുടെ ലൈഫ് ടൈമിൻ്റെ അകത്ത് ഇൻവോൾവ് ആവും. അപ്പം നമ്മുടെ ലൈഫ് ടൈം കൃത്യമായിട്ടുള്ള മെഷർമെന്റ് നടന്നൊന്നും വരില്ല. അപ്പം അതിന് ഒരു സെക്കൻഡ് ടൈം റിസോൾവ്ഡ് മെത്തേഡ് ഉപയോഗിക്കുന്നു, ദാറ്റ് ഈസ് ടൈം കോറിലേറ്റഡ് സിംഗിൾ ഫോട്ടോൺ കൗണ്ടിങ് മെത്തേഡ്. അതായത് ഒരു ഫോട്ടോൺ കൗണ്ടിങ് മെത്തേഡ്. ഇതിൻ്റെ അകത്ത് സോഴ്സ് ഈസ് പൾസ്ഡ് റിപ്പീറ്റഡ്ലി. അതായത് ഇങ്ങനെ ഷോർട്ട് ഡ്യൂറേഷൻ പൾസ് ആയിട്ട് ഇങ്ങനെ പിന്നെ വിട്ടുകൊണ്ടിരിക്കും. അതിനകത്ത് രണ്ട് മൾട്ടിപ്ലയർ ട്യൂബ്സ് ആണുള്ളത്. ഒന്ന് റേഡിയേഷൻ സോഴ്സിനെ ഒബ്സർവ് ചെയ്യും. അപ്പം റേഡിയേഷൻ സോഴ്സിനെ ഒബ്സർവ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും റേഡിയേഷൻ സോഴ്സിൽ നിന്നാണല്ലോ ഈ പൾസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൾസ് വരുന്നത് നോക്കിക്കൊണ്ട് ഒരു ഡിറ്റക്ടർ, അതായത് ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഉണ്ടായിരിക്കും. അടുത്ത ഡിറ്റക്ടർ ഒബ്സർവ്സ് ദ ഫ്ലൂറസൻ സാമ്പിൾ. അങ്ങനെ രണ്ട് ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കും. അതായത് ഫസ്റ്റ് ഫോട്ടോൺ ഫ്രം ദ സോഴ്സ് ഫോട്ടോ മൾട്ടിപ്ലയർ റീച്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. ഇറ്റ് സ്റ്റാർട്ട്സ് എ ടൈം ടു ആംപ്ലിറ്റ്യൂഡ് കൺവേർട്ടർ. അപ്പോഴാണ് ഇത് മെഷർമെന്റ് തുടങ്ങുന്നത്. അതിന്റെ ഫസ്റ്റ് ഫോട്ടോൺ ഫ്രം ദ സാമ്പിൾ സ്റ്റോപ്സ് ദ കൺവേർട്ടർ. അപ്പൊ ആ ടൈം ഡിഫറൻസ് ആണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ സാമ്പിളിലോട്ട് എത്താൻ എടുക്കുന്ന അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം അത് ഈ ഡിറ്റക്ടർ തന്നെ, ഒരു ഡിറ്റക്ടർ അത് മെഷർ ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. അപ്പം ഒരു ഡിറ്റക്ടർ നമ്മൾ റേഡിയേഷൻ സോഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനും മറ്റത് ഫ്ലൂറസ് ചെയ്യുന്ന ആ സാമ്പിളിൽ നിന്നുള്ള എമിഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. എന്നിട്ട് സോഴ്സിൽ നിന്നുള്ള ഫോട്ടോൺ എത്തിക്കഴിയുമ്പോൾ ഇതിന്റെ ടൈം തുടങ്ങുവാണ്. അത് കഴിഞ്ഞ് ഫ്ലൂറസൻ സാമ്പിളിൽ നിന്നുള്ള എമിഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് ഈ കൗണ്ടിങ് നിൽക്കും. ആ ടൈം ടു ആംപ്ലിറ്റ്യൂഡ് കൺവേർട്ടർ ആണ് അത് നിൽക്കും. അപ്പം അങ്ങനെയുള്ള ആ ഡിഫറൻസ് ഇൻ ടൈമാണ് നമ്മൾ ലൈഫ് ടൈം ആയിട്ട് എടുക്കുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വോൾട്ടേജ് പൾസ് പ്രൊപ്പോർഷണൽ ടു ദ ടൈം ഇന്റർവൽ. അപ്പം എന്തായാലും വോൾട്ടേജ് ആണല്ലോ മെഷർ ചെയ്യുന്നത്, ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ടൈം ഇന്റർവൽ. അപ്പം ടൈം ഇന്റർവൽ കൂടുമ്പോഴത്തേക്ക് ഇതിനനുസരിച്ചുള്ള വോൾട്ടേജും കൂടും. അപ്പം എത്ര കുറഞ്ഞ വോൾട്ടേജ് ആണെങ്കിൽ അത്രയും കുറഞ്ഞ ടൈം ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ ആവറേജ് എടുക്കുന്നതാണ് ലൈഫ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് സിൻസ് ഓൺലി 1 photon per pulse is counted, the pulse intensity is very low, so the more photons counted the better the results ആയിരിക്കും. നോർമലി ഇതിന് സിംഗിൾ ഫോട്ടോൺ കൗണ്ടിങ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇത്
ടൈം റിസോൾവ് മെത്തേഡാണ്. ഇനി വേറൊരു ടൈം റിസോൾവ് ഫ്ലൂറസെൻമെട്രി ഈസ് ക്രോസ് റിലേഷൻ. ക്രോസ് റിലേഷൻ എന്ന് പറയും. ഇതിൻ്റെ അകത്ത് സോഴ്സ് എന്ന് പറയുന്നത് റാൻഡംലി മോഡുലേറ്റഡ് സോഴ്സ് ഈസ് യൂസ്ഡ്. അതായത് ഇറ്റ് ഹാസ് ഓൾ ദ ഫ്രീക്വൻസീസ്. ആ സോഴ്സിൻ്റെ അകത്ത് എല്ലാ ഫ്രീക്വൻസിയും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാ ഒരു വൈറ്റ് ലൈറ്റ് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാ ഫ്രീക്വൻസിയിലുള്ള പൾസും വരുന്നുണ്ട്. ആൻഡ് ദ റേഡിയേഷൻ വിത്ത് ദ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഇറേഡിയേറ്റഡ് വിത്ത് ദിസ് സോഴ്സ് അപ്പിയേഴ്സ് നോയ്സി ടു. കാരണം എല്ലാ എല്ലാ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റും ലൈറ്റ് കൊണ്ട് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഔട്ട്പുട്ടും നമുക്ക് ഭയങ്കര റാൻഡമായിട്ട് എല്ലാ തരത്തിലുള്ളതെന്ന് തോന്നും. പക്ഷേ ഈച്ച് ഫ്രീക്വൻസി കമ്പോണന്റ് ഈസ് റെപ്രസെന്റഡ് ആൻഡ് മോഡിഫൈഡ് ബൈ ദ ഫ്ലൂറസിങ് മെറ്റീരിയൽ. അപ്പൊ ആ ഫ്ലൂറസിങ് മെറ്റീരിയൽ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അതതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൂ. അപ്പം അത് ശരിക്കും വളരെ സ്പെസിഫിക് ആയിരിക്കും. ഫ്ലൂറസിങ് മെറ്റീരിയലിനെ മോളിക്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഔട്ട്പുട്ട് നോയ്സി ആയിരിക്കണം, അതായത് അത്ര ഭയങ്കര റാൻഡം ആയിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അത് വളരെ സ്പെസിഫിക്കും ആയിരിക്കും. ഓക്കെ. Now with microwave spectrum analyzer, the ratio of fluorescent radiant power to the source power at each frequency is measured. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രീക്വൻസി വേഴ്സസ് ഫ്ലൂറസെന്റ് പവർ, അതായത് പല ഫ്രീക്വൻസിയിൽ വിടുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ഫ്രീക്വൻസിയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂറസെന്റ് പവർ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പം ശരിക്കും നമുക്ക് ഒരു ഫ്രീക്വൻസി ഡൊമൈൻ, നേരത്തെ ടൈം വേഴ്സസ് പവറിലായിരുന്നു, ഇവിടെ നമുക്ക് ഫ്രീക്വൻസി വേഴ്സസ് പവർ കിട്ടും. അതായത് ഒരു ഫോറിയർ ട്രാൻസ്ഫോം പോലത്തെ ഒരു കാര്യം കിട്ടും. ഒരു ലോറൻഷ്യൽ കർവ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഹാഫ് ലൈഫ് അല്ലെ അതിൻ്റെ റെസിപ്രോക്കൽ ഓഫ് ദി ലോറൻഷ്യൽ ഹാഫ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ടൈം തരും. അതാണ് മെഷർമെന്റ്. അപ്പം ലൈഫ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ടൈം റിസോൾവ്, ഒന്ന് ഫേസ് റിസോൾവ്. ടൈം റിസോൾവ് തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് ടൈം റിസോൾവ് പറയുവാണെങ്കിൽ സാമ്പിൾ എക്സൈറ്റഡ് ബൈ എ ഷോർട്ട് പൾസ് ആൻഡ് ദ റിസൾട്ടിംഗ് ലുമിനസെന്റ് പവർ ഈസ് മെഷർഡ്. അപ്പോൾ അത് കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ടൈം കോറിലേറ്റഡ് സിംഗിൾ ഫോട്ടോൺ കൗണ്ടിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് രണ്ട് ഡിറ്റക്ടർ ഉപയോഗിക്കും. ഒന്ന് സോഴ്സിനെ ഡിറ്റക്ട് ചെയ്യും, ഒന്ന് ഫ്ലൂറസെന്റ് മെറ്റീരിയലിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ അവർ തമ്മിലുള്ള ടൈം ഡിഫറൻസ് ഇറ്റ് ഗീവ്സ് ലൈഫ് ടൈം. വേറൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ ഫ്രീക്വൻസിയിലുള്ള വേവ് ലൈറ്റ് തരുന്ന ഒരു സോഴ്സ് ഉപയോഗിക്കും. എന്നിട്ട് ഫ്രീക്വൻസി വേഴ്സസ് പവർ മെഷർ ചെയ്യും. ഒരു ഫോറിയർ ട്രാൻസ്ഫോം പോലെ ഇരിക്കും. ഈ വേറൊരു കോറിലേഷൻ, നേരത്തെ പറഞ്ഞ കോറിലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൂവബിൾ ആയിട്ടുള്ളൊരു ഡിറ്റക്ടർ ഉപയോഗിക്കും. അതായത് അതിനകത്ത് ഒരെണ്ണം നമ്മുടെ സോഴ്സിനെ മെഷർ ചെയ്യാനും ഒരെണ്ണം സാമ്പിൾ മെഷർ ചെയ്യാനും. പക്ഷേ ഇതിൽ ഒരെണ്ണം ഏതെങ്കിലും ഒരു ഡിറ്റക്ടർ മൂവിങ് ആയിരിക്കും. മൂവബിൾ ഡിറ്റക്ടർ. ക്രോസ് റിലേഷൻ മെത്തേഡ് തന്നെ, നേരത്തെ മുമ്പ് പറഞ്ഞ മെത്തേഡ് തന്നെ, പക്ഷേ ഒരു ഡിറ്റക്ടർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ when this photo detector is moved, a variable delay is introduced in detecting the laser pulse. അപ്പോൾ ലേസർ പൾസ്, അതായത് നമ്മൾ സോഴ്സിലോട്ട് വരുന്ന സോഴ്സിൽ ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ രണ്ട് ഫോട്ടോ ഡിറ്റക്ടറിന്റെയും കൂടെ ഔട്ട്പുട്ട് ആണ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം മിക്കവാറും ഒരു ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. So if the waveforms observed by the two detectors are multiplied, the product is 0 except during the time when the laser pulse strikes the detector. അപ്പോൾ ശരിക്കും ലേസർ പൾസ് ഡിറ്റക്ടർ സ്ട്രൈക്ക് ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ കാരണം മൂവിങ് ഡിറ്റക്ടർ ആണല്ലോ, അപ്പോൾ ആ ഒരു ടൈം മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് 0 അല്ലാതാകത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ശരിക്കും പ്രോഡക്റ്റ് ഓഫ് ദി ടു ഡിറ്റക്ടേഴ്സ് non-zero ആയിട്ട് എടുത്തുള്ളൂ. ആ സമയത്ത് പ്രോഡക്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് എ സാമ്പിൾ ഓഫ് ദി ഫ്ലൂറസെന്റ് പവർ അറ്റ് ദി ടൈം ഡിലേ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡയറക്റ്റ് ലേസർ പൾസ് ടീം. ദിസ് ഡീകേ കർവ് ഈസ് ട്രേസ്ഡ് ഡയറക്ട്ലി ബൈ സ്മൂത്ത്ലി മൂവിങ് ദ ഡിറ്റക്ടർ ഇൻ ദ ലേസർ ബീം സെക്ഷൻ. അങ്ങനെ ഒരു വേരിയബിൾ ഡിറ്റക്ടർ വരുമ്പോഴത്തേക്ക് ഈ ഇടയ്ക്കുള്ള എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം 3 types of time resolved measurements. ഒന്ന് സിമ്പിൾ ടൈം റിസോൾവ്, ഒന്ന് സിംഗിൾ ഫോട്ടോൺ time resolved fluorometry, time correlated fluorometry. Next is cross relation, and last one is cross relation with the moving photodetector. ഇതാണ് time resolved measurements. ഇനി phase resolved measurements of lifetime determination is, it is the sample is excited by a continuous but sinusoidally modulated radiation source. അതാണ് ഇതിന്റെ പ്രത്യേകത.
ഫേസ് മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ ആ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സൈൻ വേവുമായിട്ട് മോഡുലേറ്റ് ചെയ്ത് റേഡിയേഷൻ സോഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ സംതിങ് ആംപ്ലിറ്റ്യൂഡ് പ്ലസ് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു സൈൻ 2πf. ഒരു സൈൻ മോഡുലേറ്റ് സിനുസോയിഡലി മോഡുലേറ്റഡ് റേഡിയേഷൻ സോഴ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ എമിറ്റഡ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത്, കാരണം നമ്മൾ ഫ്ലൂറസെൻസ് ഒരു ഇത്ര ലൈഫ് ടൈം ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ദി എമിറ്റഡ് ഫ്ലൂറസെൻസ് ആസ് എ ഫംഗ്ഷൻ of time will be phase shift and is partially demodulated to an extent depending on the lifetime of the fluorescent species. അപ്പോൾ ഔട്ട്പുട്ട് വരുന്ന ഫ്ലൂറസിങ് പവർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഫേസ് ഷിഫ്റ്റ്, ഒരു 5 ഫേസ് ഷിഫ്റ്റിലോട്ട് വരും. ഇൻപുട്ട് ഇതാണെങ്കിൽ ഔട്ട്പുട്ട് സംതിങ് ഒരു ഫേസ് ഷിഫ്റ്റ് 5 ഒക്കെ വരും. ആ 5 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പൊ ഇതിൻ്റെ അകത്ത് മെഷേർഡ് ഈ ഡിമോഡുലേഷൻ ഫാക്ടർ എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോസ് 5. ഇതാണ് ഡിമോഡുലേഷൻ ഫാക്ടർ. ദാറ്റ് ഈസ് ആൻഡ് ഫേസ് ഷിഫ്റ്റ് ആർ ഇൻ പ്രാക്ടിക്കലി റിലേറ്റീവ് ടു ഈച്ച് അതർ, relative either to scattering solution that has a lifetime tau equal to 0 or to a reference solution with non-lifetime. ഇത് ഡിമോഡുലേഷൻ 5 കണ്ടുപിടിക്കുന്ന ഒരു റേഷ്യോ, റിലേറ്റീവ് റേഷ്യോ വെച്ചാൽ ലൈഫ് ടൈം അറിയാവുന്ന ഒരു സാധനമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോഴും കണ്ടുപിടിക്കുന്നത്. ടോ കണ്ടുപിടിക്കാൻ 1/2πf tan 5 അങ്ങനെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ മോഡുലേറ്റിംഗ് റേഡിയേഷൻ, നമുക്കൊരു സൈനസോയിഡലി മോഡുലേറ്റഡ് റേഡിയേഷൻ സോഴ്സ് ആണല്ലോ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു പോക്കൽ സെല്ലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇലക്ട്രിക്കലി വേരിയബിൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ഒരു സാധനമാണ് സോഴ്സ് ഉപയോഗിക്കുന്നത്. ദ ഡിറ്റക്ടർ എമിഷൻ സിഗ്നൽ ഈസ് കമ്പയർഡ് വിത്ത് റെഫറൻസ് സിഗ്നൽ ഓഫ് ദി സെയിം ഫ്രീക്വൻസി. അപ്പൊ ഇതിനെ ഫേസ് റിസോൾവ് ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. അപ്പം ഇതിന് ഒരു റെഫറൻസ് സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. സിനുസോയിഡൽ മോഡുലേറ്ററില്ലേ, അപ്പം ആ ഒരു റെഫറൻസ് സിഗ്നൽ ഓഫ് ദി സെയിം ഫ്രീക്വൻസി, ഇൻപുട്ട് കൊടുത്ത അതേ ഫ്രീക്വൻസി ഉള്ളൊരു സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഔട്ട്പുട്ട് തരുന്നത്. അപ്പം അതിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ലൈഫ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫേസ് റിസോൾവ്ഡ് ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പിയിൽ ദ ഡിറ്റക്ടർ ഈസ് കൺട്രോൾഡ് ടു മെഷർ ദ സിഗ്നൽ ഡ്യൂറിങ് ഓൺലി ഹാഫ് ഓഫ് ദി മോഡുലേഷൻ സൈക്കിൾ. അപ്പോൾ ഒരു ഹാഫിൽ സിനുസോയിഡൽ ലെവൽ, അപ്പോൾ അതിൻ്റെ ഒരു ഹാഫിൽ ഡിറ്റക്ട് ചെയ്യുന്നുള്ളൂ, അത് മെഷർ ചെയ്യുന്നുള്ളൂ. ദ ഹാഫ് മെഷേർഡ് ക്യാൻ ബി ഷിഫ്റ്റഡ് അറ്റ് വിൽ ബൈ ഓഫ്സെറ്റിംഗ് ദ ഡിറ്റക്ടർ ബൈ എ വേരിയബിൾ ഫേസ് ആംഗിൾ. അത് ആ ഹാഫ് ഏത് സമയത്ത് മെഷർ ചെയ്യണമെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഡിറ്റക്ടറിൻ്റെ ഒരു ഓഫ്സെറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇപ്പൊ ആദ്യത്തെ ഹാഫ് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഹാഫ്, എനിവേ 0 to π മെഷർ ചെയ്യത്തുള്ളൂ. അത് ഏത് സമയത്ത് മെഷർ ചെയ്യണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫ്സെറ്റ് കൺട്രോളിങ് വഴി ചെയ്യാൻ പറ്റും. അപ്പം ഈ ഡിറ്റക്ടറിന്റെ ഈ ഓഫ്സെറ്റ് വേരിയബിൾ ഫേസ് ആംഗിൾ ഉള്ള, അപ്പം ഓഫ്സെറ്റിംഗ് ദ ഡിറ്റക്ടേഴ്സ് വേരിയബിൾ ഫേസ് ആംഗിൾ, ഡിറ്റക്ടറിന്റെ ഒരു ഫേസ് ആംഗിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് ചെയ്യുന്ന ആംഗിൾ നമ്മുടെ സിഗ്നലിന്റെ ഫേസ് ഷിഫ്റ്റുമായിട്ട് ഈക്വൽ ആകുമ്പോൾ നമുക്ക് മാക്സിമം സിഗ്നൽ റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഒരു മെഷറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെന്റ് ഫ്ലൂറസൻ ലൈഫ് ടൈം, പല എക്സൈറ്റഡ് ലെവലിൽ നിന്നുള്ള എമിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൈഫ് ടൈംസ് ഉള്ള സാമ്പിളിന്റെ ലൈഫ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഒരു സ്പെക്ട്രത്തിൽ നിന്ന് ഒരുപാട് ലൈഫ് ടൈം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആദ്യമേ മെഷർമെന്റ് എടുക്കും. അതിൻ്റെ അകത്തുനിന്ന് ഇൻഡിവിജ്വൽ കമ്പോണൻസ് നമുക്ക് എടുക്കണമല്ലോ, ഒരുപാട് ലൈഫ് ടൈം അതിൻ്റെ അകത്തുനിന്നുണ്ടെങ്കിൽ. ആദ്യമേ ചെയ്യുന്നത് കർവ് സ്ട്രിപ്പിംഗ്, ടൈം റിസോൾവ് മെഷർമെന്റിലാണെങ്കിൽ കർവ് സ്ട്രിപ്പിംഗ് may be used in which long lifetime components are decayed. അപ്പൊ ആദ്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ലൈഫ് ടൈം ഉള്ളത് കമ്പോണന്റ് കണ്ടുപിടിക്കും. അപ്പൊ അതിനെ എന്നിട്ട് സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് ദിസ് കർവ് ഈസ് എക്സ്ട്രാപ്പുലേറ്റഡ് ബാക്ക് ടു ടൈം 0 ആൻഡ് സബ്ട്രാക്ട് ഫ്രം ദ ടോട്ടൽ. ആദ്യമേ ഏറ്റവും ലൈഫ് ടൈം കൂടുതലുള്ള കമ്പോണന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് അത് നമ്മുടെ ടോട്ടൽ സ്പെക്ട്രത്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് പിന്നെ അടുത്ത ലോങ് ലൈഫ് ടൈം ഉള്ളത് കണ്ടുപിടിക്കുക, അത് സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെ ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കുകയാണ്. ഇത്
ഇത് ടൈം റിസോൾവ്ഡ് മെത്തേഡിലാണ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോകുന്നത്. ഫേസ് റിസോൾവിൻ്റെ അകത്ത് ഇതിന് വേണ്ടിയിട്ട് പല ഫേസിലുള്ള പല ഇക്വേഷൻസ് വരും, സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ആണ്, അത് സോൾവ് ചെയ്യാണ് നോർമലി ചെയ്യുന്നത്. So this, since power is proportional to concentration, the proportionality constant is determined at each phase angle for each known component from the standard solution. അപ്പൊ അങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. രണ്ട് ടൈം റിസോൾവിനകത്ത് ഫേസ് റിസോൾവിൻ്റെ അകത്തും ഈ മൾട്ടിപ്പിൾ ലൈഫ് ടൈംസ് ഉള്ളതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് രണ്ട് രീതിയിലാണ്.